നല്ല പിള്ളേരെ, എൻ്റെ മോനേക്കാളും നല്ലത്. കലാകാരന് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് പറയുമ്പോൾ ധ്യാൻ ശ്രീനിവാസനെതിരെ ഒളിയമ്പുമായി ജഗദീഷ് എന്ന് കൊടുക്കരുത് പ്ലീസ്. എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഈ സമരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അധ്യാപകർക്ക് വടി കൊടുത്താൽ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാവും. പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവോ എന്നൊരു ചോദ്യമുണ്ട്. അതേ അവസരത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറെ വിദ്യാർത്ഥികൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി. ഈ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ അത് ആ വയലൻസ് ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ഇതിൽ സ്വാധീനിക്കപ്പെടും. എൻ്റെ അടുത്തൊരു ക്യാരക്ടർ പറഞ്ഞത് ചെയ്യാൻ കൊതി തോന്നുന്നതും അതുപോലെ എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നതൊന്നും തോന്നിയത് കൊണ്ട് കമ്മിറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന സിനിമയുടെ സീക്വൻസുകൾ ഇങ്ങനെ കണക്ട് ആവുന്നുണ്ട്. അതിലൊരു അമ്മ പഠിക്കാൻ കിടക്കുന്നു. എൻ്റെ സിനിമയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആ സിനിമ കണ്ടായിരുന്നു. അതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഈ സിനിമ? ഇല്ല, അതിൻ്റെ പ്ലോട്ട് വൈസ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ അതേപോലത്തെ കണക്ഷൻസ് വരാം. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും ബാക്കി ഡയലോഗ്സും പരിപാടികളൊക്കെ ആയാൽ തന്നെ വേറൊരു വേർഷൻ തന്നെയാണിത്. ഇത് നിങ്ങൾക്ക് നാരായണിയുടെ പടമായാലും ഈ പടം കാണുമ്പോൾ രണ്ടായിട്ട് തന്നെ ഇരിക്കും. ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ ചില സീക്വൻസുകൾ കണക്ട് അതുകൊണ്ട് ചോദിച്ചാണ്. അതിനകത്തും ഇതുപോലെ ഒരമ്മയെ പഠിക്കാൻ കിടക്കുന്നു, ഇതിനകത്ത് അച്ഛൻ, പ്രണയം ഇതിനകത്തുണ്ട് അങ്ങനെയൊക്കെ ചില സീക്വൻസുകൾ കണക്ട് ആയതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ആ സിനിമ പണ്ടോട്ടിട്ടേ ഉണ്ട് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ആ പടം ഒക്കെ തൊട്ട് അതൊക്കെ നമ്മുടെ റെഫറൻസുകളാണ്. ബേസ് സ്റ്റോറി ഇതൊന്നുമല്ല. നാരായണിയുടെ പടം ആയാലും നമ്മുടെ പരിവാറും വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് പടമായിട്ടൊക്കെ. ഇവര് ചെറുപ്പക്കാരായതുകൊണ്ട് ഇവർക്ക് പറയാൻ കഴിയില്ല. എനിക്ക് പറയാൻ കഴിയും. വിത്തുകൾ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. അമ്മയുടെ മരണമാണ്. മധുസാറാണ് നായകൻ. MT സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. ഇതേപോലെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച നല്ല ദിവസം അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ടത്തിൽ തനിയെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കഥയാണ്. അപ്പം ഇനി അച്ഛൻ്റെ മരണം അമ്മയുടെ മരണം അതിൻ്റെ പേരിൽ മക്കൾ തമ്മിൽ വഴക്കൂടുന്ന ഒരുപാട് നാരായണീൻ്റെ ആൺമക്കൾ ഇതിവൃത്തം വളരെ ഇതുമായിട്ടൊക്കെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്ന സാമ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ യാതൊരു തെറ്റുമില്ല. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് ഹ്യൂമറസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നാരായണീൻ്റെ ആൺമക്കൾ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമറസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബേസിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഈ മക്കള് അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ അവരുടെ മരണസമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു. മക്കള് ലീവ് തീർന്നു പോകുന്നു, പിറ്റേ ദിവസം തന്നെ പോകണം, എനിക്ക് ബാക്കിയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മക്കളൊക്കെ പല സിനിമകളിലും കോമൺ ഫാക്ടറാണ്. അപ്പം നമ്മുടെ ബന്ധങ്ങളിൽ മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈ പാളിച്ചകൾ ഇതൊക്കെ ഇത്തരം സിനിമകളിൽ അന്നേ MT സാർ എഴുതി വെച്ചിട്ടുണ്ട്. വിത്തുകൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ്. മധുസാറ് അഭിനയിച്ച ചിത്രമാണ്. ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രമാണ്. പത്രപ്രവർത്തകനാണ്. അതിൽ കബീർ പൊന്നമ്മ ചേച്ചിയാണ് ഈ മരിക്കുന്നത്. ശങ്കരാടി സാറ് ഭർത്താവായിട്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫിലിം. പിന്നെ പൊന്നമ്മ ചേച്ചി മരിക്കാൻ കിടക്കുന്ന ആ കഥാപാത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ആൾക്കൂട്ടത്തിൽ തന്നെ ബാലങ്കേ നായർ സാറാണ് മരിക്കാൻ കിടക്കുന്നത്. ഇതേപോലെ അച്ഛനോ അമ്മയോ മരിക്കാൻ കിടക്കുമ്പോൾ മക്കൾ തമ്മിൽ സ്വത്തിൻ്റെ പേരിലോ പല കാരണങ്ങളാലോ വഴക്ക് കൂടുന്ന ഇതിവൃത്തങ്ങൾ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ പ്രേക്ഷകർ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. അതേപോലെ പരിവാറും നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 2024 ജഗദീഷേട്ടനെ സംബന്ധിച്ചുള്ള ഭയങ്കര സക്സസ് ആയിട്ട് വരുമായിരുന്നു. കാരണം എത്ര ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അതിലൊക്കെ ഒരു ഭാഗമായിരുന്നു ജഗദീഷേട്ടൻ. അപ്പം ഓരോ കഥാപാത്രവും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു. ആ കഥാപാത്രം വെച്ച് നോക്കുമ്പോൾ ഈ പരിവാറിലെ ഈ കഥാപാത്രം എത്രത്തോളം ജഗദീഷേട്ടൻ ഒരു ചലഞ്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ട് എന്താ തോന്നിയിട്ടു? തീർച്ചയായിട്ടും 2024 ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു കഥാപാത്രം തന്നെയാണ് ഇതിലെ സഹദേവൻ. അത് യാതൊരു സംശയമില്ല. കാരണം 2024 എല്ലാം നല്ല ചിത്രങ്ങളായിരുന്നു, ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. ഞാൻ അഭിനയിച്ചത് കൊണ്ട് ഹിറ്റായതല്ല, ഹിറ്റായ ചിത്രങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിൽ അങ്ങനെ അപ്പോൾ പോലും കുറച്ച് പേര് എന്നെ വിമർശിച്ചു. ഈ സ്ഥിരം സ്റ്റീരിയോ ടൈപ്ഡ് ആവുന്നു, അച്ഛനാവുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിൽ അങ്ങനെ ആരോപണം വരില്ല. കാരണം ഇതിലെനിക്ക് കുട്ടികളില്ല. അപ്പം അതുകൊണ്ട് അവിടെ തന്നെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. അപ്പം മാത്രമല്ല ഇതിനകത്ത് എന്താ പറയുക, വിമർശനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിമർശനം വരാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ നോക്കിയാൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായിട്ടോ ഏതെങ്കിലും പാർട്ടിയുമായിട്ടോ ബന്ധമുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ പരിഹസിച്ചിട്ടില്ല. അതിനെ നിരീക്ഷിച്ച് കഥാപാത്രത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അത് ഏത് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമാണ്, ഏത് പ്രത്യയശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാം. പക്ഷെ അതിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക്
ഞങ്ങളോട് കയർക്കാനോ ക്ഷോഭിക്കാനോ ഉള്ള രീതിയിൽ ഒന്നും ഞങ്ങൾ ഒരു പാർട്ടിയും ഞങ്ങൾ പരിഹസിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം വേറിട്ടൊരു വേഷം തന്നെയാണ്. മനുഷ്യൻ്റെ പൈസയോടുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ, അത് ഞാൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളതിൽ അല്പം കൂടുതൽ കാശിനോട് ആർത്തിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഒരു വരിയുണ്ട്, സഞ്ചയനത്തിന് മുന്നേ തന്നെ സഞ്ചികൾ തപ്പാൻ വഞ്ചക വൃന്ദം എന്ന് പറയുന്ന ഒരു വരിയുണ്ട് ഈ പാട്ടിൽ. സഞ്ചയനത്തിന് മുന്നേ തന്നെ സഞ്ചികൾ തപ്പാൻ വഞ്ചക വൃന്ദം ഇറങ്ങിയിരിക്കാന്ന് പറയും. വഞ്ചകരാരാണ് എന്നൊക്കെ പറയുന്ന കാര്യം മാത്രമല്ല, എൻ്റെ ഡയലോഗുണ്ട്, മനുഷ്യന് ജീവിച്ചിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. സ്വന്തം അച്ഛനെ കുറിച്ച് പറയുകയാണ്. അപ്പം മനുഷ്യരുടെ ഒരു എന്താ പറയുക, കാശിനോടുള്ള ആ ഒരു അത്യാഗ്രഹം. അപ്പോൾ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോഴും അച്ഛൻ പെട്ടെന്ന് മരിച്ചാൽ അത്രയും പെട്ടെന്ന് നമുക്ക് അച്ഛൻ്റെ സ്വത്ത് കിട്ടുന്ന ചിന്തിക്കുന്ന മക്കൾ ഈ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ചെറിയ അതൊരു ഉപദേശ രൂപേണ അല്ലെങ്കിൽ സന്ദേശ രൂപേണ ഒന്നും അല്ലെങ്കിലും ഇത് കണ്ടാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും, ടച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മണ്ണിൽ നിന്ന് അങ്ങനെ സോഷ്യൽ മീഡിയ കീഴടക്കി മലയാള സിനിമാ ലോകത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു കൊണ്ട് ചേട്ടൻ നല്ലൊരു താരനിരയോടൊപ്പമാണ് അഭിനയിക്കുന്നത്. സോഷ്യൽ മീഡിയ കീഴടക്കി ശേഷം സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ദൈവാധീനം. പിന്നെ എൻ്റെ പുറത്തിറങ്ങിയ ആദ്യത്തെ പടമാണ്. എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. അതെ, നല്ല പിള്ളേർ. എൻ്റെ മോനേക്കായാലും നല്ലതാണ്. എനിക്കോ? എനിക്കറിഞ്ഞൂടാ സാറിന് എത്ര വയസ്സ്. സാറിന് 40 വയസ്സെന്ന് പറയുന്നത്, എനിക്ക് 63 വയസ്സുണ്ട്. ഇല്ലില്ല, വേറെ എൻ്റെ അനിയനായിരുന്നു. ഉണ്ട്. സാറിനെ വെട്ടാൻ ആർക്കും പറ്റത്തില്ല. എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ശരിയാകുന്നുണ്ടോ സാറേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അവനിവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുക. ആ ഉണ്ട്. എന്നെ അവൻ ഇത്ര ആക്കിയത് അവനാ. എനിക്ക് എല്ലായിടത്തും അത് പറയണമെന്നുണ്ട്. ജഗദീഷ് ചേട്ടാ, ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കേരളത്തിൽ കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുന്നേ ആണെങ്കിൽ എന്ത് കൊലപാതകം നടന്നാലും ദൃശ്യം മോഡൽ എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ സിനാരിയോ അനുസരിച്ച് എല്ലാവരും മാർക്ക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഈ സിനിമ ഈ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ, നമ്മുടെ ഈ അഡൽട്ട് സ്റ്റോറി സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര വയലന്റ് മൂവീസ് എല്ലാം കുട്ടികൾ കാണാൻ പാടില്ല, ബിലോ ദ ഏജ് ഓഫ് 18 കാണാൻ പാടില്ലെന്ന് സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടെ അതിനകത്ത് അവരും കൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയലൻസിൻ്റെ സ്വാധീനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ആ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസ് ഉണ്ട്, വീഡിയോ ഗെയിംസ്, ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അപ്പോൾ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റോളുണ്ട്. പക്ഷെ സിനിമ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. സാഹിത്യത്തിനും കലയ്ക്കും എല്ലാം തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, വേറെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അമേരിക്കയിൽ ഒരു വിദ്യാർത്ഥി വന്ന് കൂടെയുള്ള 25-30 വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്ന വാർത്ത കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു പയ്യനെ സ്വാധീനിക്കില്ലേ? സിനിമ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ആ സംഭവം അതിൻ്റെ വിഷ്വൽസും ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ വിഷ്വൽസ് കാണുന്നത് തന്നെ നമ്മളിപ്പോൾ കണ്ട എന്താ, പിന്നെ നാഷണൽ ജിയോഗ്രഫിക്കിൽ നമ്മൾ കാണുന്നത് ഒരു സിംഹം ഇങ്ങനെ പോയി ഒരു മാനിനെ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടവും വിഷമവും അയ്യോ എന്ന് നമ്മുടെ കണ്ണടച്ചു പോകുന്നു. ചിലരതല്ല, അത് കണ്ടിട്ട് അതാ പിടിക്കുന്ന നോക്കിയേ, മാനിനെ പിടിക്കുന്ന നോക്കിയേ എന്ന് പറയുന്ന ആവേശത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ ആ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതിൽ സ്വാധീനിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത്തരം സിനിമകളെക്കാളും തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒരു പീസ് ഒക്കെ ഉള്ള സിനിമയായിരിക്കും ജനത്തിന് കൂടുതൽ സ്വീകാര്യമാവുക. പക്ഷേ
കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ OTT-യിലും ഒക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നാൽ തന്നെയും OTT-യിൽ വരുന്ന അന്യഭാഷാ ചിത്രങ്ങൾ, കൊറിയൻ മൂവീസ്, അതിലെല്ലാം വയലൻസ് ഉണ്ടാവും. അത് കണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേ അവസരത്തിൽ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു. ലഗേരഹോ മുന്നാഭായി എന്ന് പറഞ്ഞ പടം ഗാന്ധിയിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിലെത്ര പേര് സ്വീകരിക്കുന്നു? അപ്പം തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും, നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ നടൻ്റെ കാര്യം, ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത്, എൻ്റെ കഥാപാത്രമാണ്. ടോണി ഐസക്ക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിൻ്റെ. അപ്പോൾ ടോണി ഐസക്കിനെയാണോ പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്നത് അതോ ജഗദീഷിനെയാണോ? ജഗദീഷിനെയാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഒരു സ്കൂളിൽ പോയാലും ഒരു കോളേജിൽ പോയാലും എല്ലാം തന്നെ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണി ഐസക്ക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ, അത് തീർച്ചയായിട്ടും ഒരു തർക്ക വിഷയം തന്നെയാണ്. ജഗദീഷേട്ടാ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജഗദീഷേട്ടൻ ഒരു അധ്യാപകനുമാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഇടയ്ക്ക് ഇപ്പോൾ ഇങ്ങനൊരു അതായത് സിനിമ ഇൻഫ്ലുവൻസർ ആവാതെ, അതായത് സിനിമയെ സിനിമയായിട്ട് തന്നെ കാണാനായിട്ട് സ്കൂളുകളിലും അതുപോലെ തന്നെ പാഠ്യപദ്ധതികളിലും സിലബസുകളിലും എല്ലാം ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അതിനെതിരെ മുഖം തിരിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഈ ലഹരിയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എവിടെയാണ്? സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുത്താണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ചില കടകൾ, ചില കോഡ് ഭാഷകൾ, കൈ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ ഉണ്ടെന്ന് അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡ് ഭാഷകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഓപ്പണായിട്ട് തന്നെ കാലം മാറിപ്പോയിരിക്കുന്നു. ഓപ്പണായിട്ട് തന്നെ എന്താ പറയുക, കോളേജ് വിദ്യാർത്ഥിനികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ കാലം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റും. അത് അവരുടെ അവകാശമാണ്. പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവോ എന്നൊരു ചോദ്യമുണ്ട്. അതേ അവസരത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറേ വിദ്യാർത്ഥിനികൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി. അത് വനിതകളായതുകൊണ്ടോ വിദ്യാർത്ഥിനികളായതുകൊണ്ടോ മാത്രമല്ല, വിദ്യാർത്ഥി സമൂഹം ആണായാലും പെണ്ണായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് സൊസൈറ്റി കൂടുതലൊരു അക്സെപ്റ്റൻസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യൂ ചെയ്യുന്ന വീഡിയോസ്, വ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അപ്പം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഇതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയിരുന്നാലും അതിന് നമ്മളെല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അലാമിംഗ് റേറ്റിലാണ് ഈ കൊലപാതകമൊക്കെ പോകുന്നത്. ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കൊന്നു എന്നുള്ളതാണ് കാണുന്നത്. അച്ഛൻ മകനെ വെട്ടിക്കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, സംശയത്തിൻ്റെ പേരിൽ കാമുകനെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹമില്ല, നമുക്ക് സന്തോഷിക്കാൻ നിർവാഹമില്ല. നമ്മളെല്ലാവരും കുറച്ച് ഡെസ്പറേറ്റ് ആണ്, ദുഃഖത്തിലാണ്. ഈ നാടിൻ്റെ ഈ കാര്യം ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഭാഗ്യവശാൽ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും തന്നെ ഒരു കോമൺ ഫൈറ്റിന് വേണ്ടി, കോമൺ ഈ വാറിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടെ കലാ സമൂഹം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയാണ് ഇതിന് ഒരു പ്രധാന കാരണമെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അതായത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതിൻ്റെ കാരണം കുടുംബ ബന്ധങ്ങളിൽ നിന്ന് കിട്ടാത്ത ഒരു പ്രശ്നങ്ങളുടെ തുടക്കമായിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ശാക്തീകരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജുകൾ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല എങ്കിലും വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടെങ്കിലും ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന കുറ്റബോധം പലരെയും ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചില കലാസൃഷ്ടികളിലൂടെ, സാഹിത്യ സൃഷ്ടികളിലൂടെ അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഈ സിനിമയിലും അത്തരം ചില കാര്യങ്ങൾ ഹാസ്യരൂപേണ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങൾ നിങ്ങൾ എന്നല്ല, നമ്മളെല്ലാവരും കുറ്റക്കാരാണെന്നാണ് ഈ സിനിമ പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കണം, നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകരുത്. അവിടെ എന്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വാല്യൂ ഉണ്ടെന്നുള്ളത് ഈ ചിത്രത്തിൽ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഫിലിമിൻ്റെ വിജയ പരാജയങ്ങൾ കൂടുതലായിട്ട് ബാധിക്കുന്നത് ഒരു നായകനായിരിക്കും.
അപ്പോൾ ഈ ഈടായിട്ട് കൂടുതലായിട്ട് പരാജയപ്പെട്ട ധ്യാൻ്റെ പേര് എടുത്തെടുത്ത് മലയാളികൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിൻ്റെ പേര് എടുത്ത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബോംബ് സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ നായകൻ്റെ പേര് വെച്ചിട്ട് എന്താണ് വിജയപരാജയങ്ങൾ നോക്കിക്കാണുന്നത്? അല്ല അദ്ദേഹത്തിൻ്റെ വീണ്ടും അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വിശ്വാസം കുറവ് പോലെയാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ. അല്ല, ഇത് വ്യക്തിപരമായ ആരെങ്കിലും പരിഹസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. യഥാർത്ഥത്തിൽ ഏത് നായകനാണ് എത്ര സൂപ്പർ ഹിറ്റ് തന്നാലും അദ്ദേഹത്തെ അമാനുഷികനെന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതേ അവസരത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു നടനെയോ നായകനെയോ പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അത് അങ്ങനെ ആ ഒരു വ്യക്തിപരമായ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ്. ഈ കണക്കൂട്ടൽ പ്രേക്ഷകർ അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് പലപ്പോഴും സിനിമയുമായി മുന്നോട്ട് വരുന്നത് കലാസൃഷ്ടി. അത് പ്രേക്ഷകർ റിജക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ തീർത്തും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ വരുമ്പോൾ അവരെ നിരാശപ്പെടുത്തുമ്പോൾ അവർ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അതൊരു നായകനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നതിനപ്പുറം നായകനിൽ അർപ്പിച്ച പ്രതീക്ഷ തകർത്തയിലുള്ള ദേഷ്യമാണ്. നായകനോടുള്ള ദേഷ്യമല്ല, വ്യക്തിയോട്. ഇനി ഏത് ഹീറോ ആണെങ്കിലും ശരി, അതെന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് വന്നിട്ട് ഒന്നുമില്ല എന്ന് വരുമ്പോൾ അത് ഇന്നൊരാൾ നാളെ വേറൊരാൾ. എൻ്റെ ഒരു ചിത്രം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് ഞാൻ ഇതേപോലെ പ്രൊമോഷനിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ തീർത്തും നിരാശപ്പെടുത്തിയാൽ ആ പ്രതീക്ഷ തകർത്തതിൻ്റെ ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒരു വികാരമോ നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവും. അതിൽ ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല, അത്രയേ ഉള്ളൂ. അത് എനിക്കെതിരെയുള്ള അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിപരമായ വിരോധമായിട്ട് ഞാൻ കണക്കാക്കില്ല. ഒരു നടൻ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു സാമൂഹിക പ്രതിബദ്ധത ആവശ്യമാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. കഴിഞ്ഞിടെ ഒരു പ്രസ് മീറ്റിൽ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു, എനിക്ക് ഒരു ഓൺലൈൻ ഗെയിമിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരസ്യം പുള്ളി പ്രൊമോട്ട് ചെയ്തു. അപ്പം അതിനെപ്പറ്റി ചോദിച്ചപ്പം പുള്ളിക്ക് സാമൂഹിക പ്രതിബദ്ധത ഇല്ല എന്നാണ് പറയുന്നത്. അതിനോട് എന്താണ് അഭിപ്രായം? അല്ല, കലാകാരന് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാനൊക്കെ വളരെ പേടിച്ചാണ് ഇപ്പോൾ ഒരു പരസ്യത്തിന് എൻഡോഴ്സ് ചെയ്യാൻ പറയുമ്പോൾ, ഒരു ഉദാഹരണത്തിന് ഒരു പണമിടപാട് സ്ഥാപനം, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലെങ്കിൽ നാളെ പ്രേക്ഷകർ അല്ലെങ്കിൽ ജനങ്ങൾ എന്നോട് പറയും, ജഗദീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ട് പൈസ ഇട്ടത്, ഞങ്ങൾക്ക് പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം. അതുകൊണ്ട് ഒരു പണമിടപാട് സ്ഥാപനമാകുമ്പോൾ അതിൻ്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അന്വേഷിച്ചറിയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്നിപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് നമ്മളൊരു ക്രീം തേച്ചാൽ മുഖം വെളുക്കും എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രീമിൻ്റെ ഒരു ഫലം എന്താണെന്നുള്ളത് ഒരു നടൻ ബോധ്യപ്പെട്ടതിന് ശേഷമേ അതിനുവേണ്ടി എൻഡോഴ്സ് ചെയ്യാവൂന്നാണ് ഇപ്പോഴത്തെ റൂള്. അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കണം. പിന്നെ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. ഇത് പറയുമ്പോൾ ഇത് ധ്യാൻ ശ്രീനിവാസനെതിരെ ഒളിയമ്പുമായി ജഗദീഷ് എന്ന് കൊടുക്കരുത് പ്ലീസ്. അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള എനിക്ക് പാത വെട്ടി തുറന്നു തന്നിട്ടുള്ള ശ്രീനിവാസൻ്റെ മകൻ എന്ന നിലയിലും എൻ്റെ ഒരു അനിയൻ എന്ന നിലയിലും ധ്യാനിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ സഹോദരൻ, എൻ്റെ അനിയൻ. അപ്പോൾ അത് ധ്യാൻ ശ്രീനിവാസനെതിരെയുള്ള ഒളിയുമ്പോ ഒന്നുമല്ല. ഞാൻ പറയുന്നത് ധ്യാൻ ശ്രീനിവാസനോട് വിയോജിപ്പുണ്ടെന്ന് എന്ന് വേണമെങ്കിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ. കലാകാരന് സമൂഹത്തോട് പ്രതിബദ്ധത വേണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം എന്ന് കൊടുത്തോളൂ. പക്ഷേ അത് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമായിട്ട് നിങ്ങൾ കൊടുക്കരുത് പ്ലീസ്. ഇപ്പം പല അഭിപ്രായങ്ങളും തൻ്റെതായ നിലപാടുകൾ ശക്തമായി അറിയിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് ജൂൺ മാസം മുതൽ സിനിമാ മേഖല അന്നടങ്കം സമരത്തിലേക്ക് പോവുകയാണെന്നാണ് വാർത്തകൾ വരുന്നത്. അതിനുമായി ബന്ധപ്പെട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആയിരക്കണക്കിന് തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ജഗദീഷായിട്ടുള്ള ഒരു അഭിപ്രായം, നടനെന്നുള്ള നിലയിലും അമ്മയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ അറിവനുസരിച്ച്, അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഈ സമരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒന്ന്, നടീനടന്മാരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തമ്മിലുള്ള ആ തർക്കം, അതിന് വേണ്ട ചർച്ചകൾ, അനൗപചാരിക ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. അതിൽ തന്നെ വിജയം കണ്ടെത്തും. പിന്നെ സർക്കാരും ഫിലിം ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു സമരമാണ്. അതിൽ ഇലക്ട്രിസിറ്റി ടാരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് സർക്കാരുമായിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കും. അതിൽ സർക്കാരിന് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നുള്ളത് അത് സർക്കാർ അവസരത്തിൽ വ്യക്തമാക്കും.
അപ്പോൾ അത് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നാൽ ആ സമരം ഒഴിവാകും. അല്ലാതെ സർക്കാരിനെതിരെ ഒരു സമരം ഇൻഡെഫിനിറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. സർക്കാരിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക, അതിൽ എത്രത്തോളം ചെയ്യാൻ സർക്കാരിന് കഴിയും എന്നുള്ളതിന് അതിന് ഈ നടന്മാരെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും സർക്കാരിന് ഒരു പരിധി വരെ. സർക്കാരുമായി നല്ല ബന്ധമുള്ള അല്ലെങ്കിൽ സർക്കാരിൽ തലപ്പത്തിരിക്കുന്ന ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ അടുപ്പമുള്ള നടീനടന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ വിചാരിച്ച് അവരും കൂടെ വന്ന് നിർമ്മാതാക്കളുമുണ്ട്, സംവിധായകരുണ്ട്, അവരെല്ലാം കൂടെ പറഞ്ഞ് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതിൽ എത്രത്തോളം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത്, കാരണം റവന്യൂ എന്ന് പറയുന്നത് ഈ ബിവറേജസ് കോർപ്പറേഷൻ്റെ റവന്യൂവും ഈ ലോക്കൽ സെൽഫ് ബോഡീസിൻ്റെ ഈ ടാക്സുമാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങളിൽ ഒന്ന്. അത് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമായി ബുദ്ധിമുട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സർക്കാർ അത് വിശേഷം പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ഒരു സമരം ചെയ്ത് ടാക്സ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പുതിയ ഭരണസമിതി വരാൻ പോകുന്ന ഈ അവസരത്തിൽ അത് എത്രത്തോളം സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ സർക്കാരിന് കുറയ്ക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആലോചിച്ച് തീരുമാനമെടുക്കണം. സർക്കാരും തുറന്ന സമീപനമാണെന്ന് ശ്രീ സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചർച്ചകൾ നടക്കും, നല്ലതാണ്. ഈ സമരം ആഹ്വാനം ചെയ്യുമ്പോൾ സമരം ചെയ്യാൻ വേണ്ടിയല്ല, നമ്മുടെ ആവശ്യങ്ങൾ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സമര ആഹ്വാനം എന്ന് പറയുന്നത്. അപ്പോൾ സമരം ചെയ്യും എന്ന് പറഞ്ഞാൽ അന്ന് സമരം ചെയ്യുന്നുള്ളതല്ല, ഞങ്ങൾക്ക് കുറേ പ്രശ്നമുണ്ടെന്നുള്ളത് ഇൻഡസ്ട്രി അറിയിക്കുകയാണ്. ആരെ? സർക്കാരിനെയും ജനങ്ങളെയും ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കുകയാണ്. ആ അറിയിക്കുന്നതിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിജയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാൾ തന്നെ സിനിമാ മന്ത്രി ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ വിഷയം മന്ത്രിസഭയിൽ അടക്കം അഡ്രസ് ചെയ്യപ്പെടുന്നു. ഇല്ല, അങ്ങനെ സിനിമാ മേഖലയിൽ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ വേണമെന്നില്ല. യഥാർത്ഥത്തിൽ അതിപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ അത് എക്സ്പീരിയൻസ് ഉള്ള സിനിമ കൈകാര്യം ചെയ്യാൻ സിനിമയിൽ അഭിനയിച്ച് പരിചയം വേണമെന്നുള്ള അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. അല്ലാതെ തന്നെ ഈസിലി സോൾവ് ചെയ്യാൻ കഴിയും. ശ്രീ സജി ചെറിയാൻ കോമ്പറ്റൻ്റ് ഇനഫ്, അദ്ദേഹത്തിന് ഇത് സോൾവ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് കഴിയും തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ടാക്സ് ഒക്കെ കുറയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മാത്രം വിചാരിച്ച പോലെ അത് ബാലഗോപാൽ ഫിനാൻസ് മിനിസ്റ്റർ വിചാരിക്കണം, ചീഫ് മിനിസ്റ്റർ വിചാരിക്കണം. അവരെത്രത്തോളം വിചാരിക്കും, അവർക്ക് എത്രത്തോളം വിചാരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കണം. സന്തോഷം. വണ്ടിയിലേറ്റാൽ ഭീമനും ഇല്ലേ, ഭീമനും വീഴും. ഓക്കെ, ഭീമനുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ ഇന്ദ്രൻസായിട്ട് ഇപ്പോൾ ലാസ്റ്റ് രേഖാചിത്രത്തിലാണ് വന്നത്. ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങൾ ഒരുപാട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നും ഓർത്ത് ഇല്ലേ കഴിയാനുള്ള കുറേ നല്ല രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ട്. ഭീമനെക്കുറിച്ചും ഭീമൻ്റെ സാധ്യതകളെക്കുറിച്ചും ഭീമൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചും അത് പറയണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ദ്രൻസ് സംസാരിക്കും. അതെയോ? അത് കഴിഞ്ഞിട്ട് ഇന്ദ്രൻസിനോട് ചോദിക്കാനുണ്ടാവും. ചോദിക്കുന്നതാണ് നല്ലത്. ഇന്ദ്രൻ ചേട്ടാ ഇപ്പോൾ തമിഴിൽ സൂര്യയുടെ കൂടെ ഒരു പടത്തിൽ ഷൂട്ടിങ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നുണ്ട്. സൂര്യ 45 RJ ബാലാജിയുടെ ഡയറക്റ്റ് ചെയ്യുന്ന, അതിനെക്കുറിച്ച് ഇപ്പോൾ നിലവിൽ പറയാൻ പറ്റുന്നത് എന്താണ്? ഒന്ന് തുടങ്ങി വെച്ചിട്ട് പോകുന്നതേ ഉള്ളൂ. ഇനി അതിലോട്ട് പൂർണ്ണമായിട്ട് ചേരുമ്പോഴേ അറിയപ്പെട്ടുള്ളൂ. നാളെ മറ്റന്നാൾ പോലെയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒന്നും പറയാറായില്ല. എൻ്റെ അടുത്തൊരു ക്യാരക്ടർ പറഞ്ഞത് ചെയ്യാൻ കൊതി തോന്നുന്നതും അതുപോലെ എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നതൊന്നും തോന്നിയത് കൊണ്ട് കമ്മിറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ പേടിയാണ്. മലയാളം അല്ലാതൊരു ഭാഷ കൈകാര്യം ചെയ്യാൻ പേടിയുണ്ട്. പല അവസരങ്ങളും വന്നിട്ടും ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ സൂര്യയുടെ കൂടെ കോമ്പിനേഷൻസ് ഒക്കെ ഉള്ള ഫിലിം ആണ്. പോയിട്ടുണ്ടായിരുന്നോ? പോയി. എങ്ങനെയുണ്ടായി ഫസ്റ്റ് എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? തമിഴിൽ ആദ്യമായിട്ടല്ലേ? അവരെല്ലാം ഭയങ്കര സ്നേഹവും ബഹുമാനവും അച്ചടക്കവും ഒക്കെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വിരട്ടെന്ന് തോന്നുമെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും നല്ല പാവമാണ്. നമുക്കാണെന്ന് തോന്നുന്നു ഇച്ചിരി കൊതിക്കറിവൊക്കെ ഉള്ളത്. 90കളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇന്ദ്രൻസ് ആയിട്ടുണ്ട്. ജഗദീഷ് ചേട്ടനാണെങ്കിലും
ആ കോമഡി നമുക്ക് കുറേ നാൾ കൊണ്ട് മിസ്സായിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും ഇപ്പോൾ നമ്മൾ MT മൂവി കാണുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ. അപ്പോൾ ശരിക്കും അത് നന്നായിട്ട് ആസ്വദിച്ചു. ആ പഴയ ഇന്ത്യൻ സൈഡിലേക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നു. എളുപ്പം സാധിച്ചു. കാരണം ഞാൻ ഒരു മാറ്റം വരാതെ ബോഡി സൂക്ഷിച്ച് വെച്ചേക്കൂട്ടുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റി. അത് സത്യമായിട്ടും നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നതാണ് അത്തരം കഥാപാത്രങ്ങൾ. വളരെ ഉത്സാഹത്തോടെ നമുക്ക് ഒരുപാട് ആദ്യം വേദനകളൊക്കെ ഉണ്ട് പറയാനും. അത് പെട്ടെന്ന് എല്ലാ മനുഷ്യരും കിട്ടുകയും ചെയ്യും. കാരണം എല്ലാവരും സമാനമായിട്ട് നമ്മളെല്ലാവരും കഴിഞ്ഞു പോകുന്നൊരു കാലഘട്ടം അതാണ്. പക്ഷെ അതുപോലെയല്ല, ചിരിപ്പിക്കാനോ നമ്മൾ ആ മൂഡ് മറന്ന് ആ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നു. കുട്ടികൾ പ്രധാനമായിട്ടും അവരെ ചിരിപ്പിച്ചെടുക്കുക വലിയ പാടാണ്. അപ്പോൾ കുറേ നമ്മൾ ഇത്തിരി മുതിർന്നവർക്ക് പണ്ട് മനസ്സിലൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മയുള്ളത് കൊണ്ട് ഇച്ചിരി എളുപ്പമായിരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ ജഗദീഷ് ചേട്ടനായാലും കോമഡി സ്പോർട്ട് കോമഡികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പരിവാറിൽ അങ്ങനെ സ്പോർട്ട് കോമഡികൾ ഡയറക്ടേഴ്സ് പറയാതെ തന്നെ അങ്ങനെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപൂർവം സിറ്റുവേഷൻസിൽ മാത്രം. ഇതിനകത്ത് ഒരു സംഭവം, ഒരു മാനറിസം പോലെ ഒരു സംഭവം ഞങ്ങൾ ആലോചിച്ചിട്ട് ഈ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്തതാണ് സംവിധായകരുമായിട്ട് ഇരുന്നിട്ട്. അത് സംവിധായകർ പറഞ്ഞു ആ കഥാപാത്രത്തിൽ അത് എന്ത് പറയുമ്പോഴും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതി അത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഇംപ്രവൈസേഷൻ അല്ലാതെ ബാക്കിയെല്ലാം മിക്കവാറും സ്ക്രിപ്റ്റിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ സ്ക്രിപ്റ്റ് ഡീവിയേറ്റ് ചെയ്യുന്നതിൽ വ്യക്തിപരമായി താല്പര്യമില്ലാത്ത രണ്ട് സംവിധായകരാണ് അവർ. കഴിയുന്നതും അത് തന്നെ വള്ളി വ്യത്യാസമില്ലാതെ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് മാറണമെന്ന് നമുക്കും താല്പര്യമില്ല. അതേപടി തന്നെ പറയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന അക്രമവാസനയെ കുറിച്ചുള്ള ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. അധ്യാപകർക്ക് വഴി തിരികെ നൽകൂ എന്ന് പറയുന്നത് അത് സഹായകമാകും? അല്ലെ, ഈ അധ്യാപകർക്ക് വടി കൊടുത്താൽ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാവും. കാരണം വെച്ചാൽ വടിയെടുത്ത് അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന രക്ഷകർത്താക്കളുണ്ട്. ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും ഒരു രക്ഷകർത്താവെന്ന നിലയിൽ എൻ്റെ മകളെ ഒരു അധ്യാപകൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ അത് മാത്രമാണ് വഴി എന്ന് പറയാൻ പാടില്ല. ഇപ്പം ചൂരലുമായിട്ട് വരുന്ന അധ്യാപകൻ ആ വടിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പഴയതുപോലെ ആ വടി വേണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ ഒരു അന്തരീക്ഷം അനുസരിച്ച്, ആ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച്, ആ സ്കൂള് പിന്തുടർന്ന് വരുന്ന വഴികൾ അനുസരിച്ച് ചെയ്യാമെന്നുള്ളത് കവിഞ്ഞ് വടി 100% ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ വടി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഈ വടി കാരണം അല്പം ഒന്ന് സ്ട്രോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ, മുറിവുണ്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അടിയാണോ, വടിയാണോ, വഴക്കാണോ, ശാസനയാണോ, അതോ ബുദ്ധിപൂർവ്വം നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കലാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അതാത് അധ്യാപകൻ്റെ രീതി അനുസരിച്ചിരിക്കും. ഇതിനൊക്കെ ഒരു പൊതു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. ഒരു വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നൊരു വീഡിയോ വൈറലായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥിയെ ന്യായീകരിക്കുന്നതായിട്ടും ഒരുപാട്. അതൊരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. അധ്യാപകർ തന്നെയാണ്. ഇനി ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാം, എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി നന്നായി വരുമ്പോഴാണ്. അയാൾ നല്ല രീതിയിൽ കഴിയുന്നു, അയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, നല്ല രീതിയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി നോക്കുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയില്ല. ഒരു അധ്യാപകൻ്റെ സന്തോഷം എനിക്കറിയാം. അപ്പോൾ ആ സന്തോഷത്തിനേക്കാളും വലുതൊന്നുമല്ല. അപ്പോൾ അധ്യാപകന് നമ്മളെന്തെങ്കിലും പേന വാങ്ങിക്കൊടുക്കുക, ഷർട്ട് വാങ്ങിക്കൊടുക്കുക, അതിലൊന്നുമല്ല. അധ്യാപകൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ നന്നാവുക എന്നുള്ളതാണ്. അത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അധ്യാപകൻ കയർക്കുമ്പോൾ ശാസിക്കുമ്പോൾ ഒക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടുള്ളത് പോലെ തന്നെ അധ്യാപകരോട് നമുക്ക് കടപ്പാട് തോന്നും. അപ്പോൾ അധ്യാപകൻ്റെ എന്ന് പറഞ്ഞിരുന്നാൽ ഏത് അധ്യാപകനായിരുന്നാലും ബഹുഭൂരിപക്ഷം അധ്യാപകരുടെയും നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ്. ശമ്പളം കിട്ടുന്നുണ്ട്, സമ്മതിച്ചു. ബാക്കി അവരുടെ കുട്ടികൾ നന്നായി വരണം, നല്ല ജോലി കിട്ടണമെന്നതിനപ്പുറം നല്ല പൗരന്മാരായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപക സമൂഹം തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇത്തരത്തിലുള്ള ആക്രമണം കൂടി വരുന്നതിന് കാരണം ലഹരി ഉപയോഗമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ല, ലഹരി വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്.
യാതൊരു സംശയമില്ല. ലഹരി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ കൂടുതൽ വരുന്നത് ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ലഹരി വല്ലാത്ത രീതിയിൽ പിന്നെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. അത് യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട്, യുവതലമുറയെ വഴിതെറ്റിക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ നകുലൻ എത്തിയിട്ടുണ്ട്. നകുലൻ എന്ന് പറയുന്നത് മഹാഭാരതത്തിലുള്ള നകുലൻ്റെ ആ സ്ഥാനത്തിനേക്കാളും ഉയർന്ന സ്ഥാനമാണ് പരിവാർ എന്ന ചിത്രത്തിൽ നകുലൻ നൽകിയിരിക്കുന്നത്. നകുലൻ ഇതിനകത്ത് കഥാപാത്രത്തിൽ നകുലനും സഹദേവൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പേഴ്സണലായിട്ട് നകുലൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യാദൃശ്യമായിട്ട് ഞാൻ കേട്ടു. എന്താണ് നകുലനും സഹദേവനുമായിട്ടുള്ള വ്യത്യാസം എന്ന് ചോദിച്ചപ്പോൾ നകുലൻ സഹദേവനെക്കാളും ചേട്ടാ കുറച്ചൊരു സുന്ദരനാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആ കാസ്റ്റിങ്ങിലാണ് പ്രശാന്ത് അലക്സാണ്ടർ നകുലനായതും ഞാൻ സഹദേവനായതും. നകുലൻ അവർ വലിയ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്തു. പക്ഷെ ബുദ്ധി കൂടുതൽ സഹദേവനാണ്. സാധാരണ കവിഞ്ഞ ഒരു അഭിനയം കാണിക്കാനുള്ള ഒരു കഥയുണ്ടെന്ന് തോന്നിയോ? ഇല്ല, അങ്ങനത്തെ ഒരു സിനിമയല്ല ഇത്. മൊത്തത്തിൽ ഇപ്പോൾ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരാളുടെ അഭിനയപാഠം മൊത്തം പുറത്തെടുത്ത് അങ്ങനെ വരുന്നത് ഒരു സിനിമയല്ല. ഒരു കൂട്ടക്കളിയാണ്. അതിൽ ഇന്ദ്രൻ ചേട്ടനും ജഗദീഷ് ചേട്ടനും ഞാനും പിന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ക്യാരക്ടേഴ്സ് വളരെ സിൻസിയറായിട്ട് അവരുടെ ജോലി ചെയ്താൽ അത് നന്നാവും. മ്യൂസിക് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യും. ആർട്ട് ഡയറക്ഷൻ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യും. അങ്ങനെ എല്ലാം കോംപ്ലിമെൻ്റ് ചെയ്ത് വരുമ്പോൾ കാണുന്ന ഒരു രസവും ഭംഗിയുമാണ് ഈ സിനിമയെ ആസ്വാദികരമാക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഉപരി ഡയറക്ടേഴ്സിൻ്റെ വിഷനാണ് പരിവാർ എന്ന് പറഞ്ഞ സിനിമയുടെ രസം.